ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു എയർ ഡ്രോപ്പുമായിട്ടാണ്. വോയ ഗെയിംസ്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഗെയിം റിലേറ്റഡ് എയർ ഡ്രോപ്പ് ആണെന്നുള്ളത്. യെസ്, വോയ ഗെയിംസ് എന്ന് പറയുന്നത് ഒരു ബെർലിൻ ബേസ്ഡ് വെബ്3 ഗെയിം സ്റ്റുഡിയോ ആണ്. പ്ലെയേഴ്സിന് കൂടുതൽ ആകർഷണീയവും രസകരവുമായ ബ്ലോക്ക് ചെയിൻ ഗെയിംസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. പ്ലെയേഴ്സിന് ഓണർഷിപ്പും പാർട്ടിസിപ്പേഷനും നൽകുന്ന രീതിയിലാണ് ഇവർ ഗെയിംസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്രാഫ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ഗെയിമാണ് വോയ ഗെയിംസ് ഇറക്കിയ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത്. ഇതൊരു കാഷ്വൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഗെയിമാണ്. ഒരു വൻ ദുരന്തം കഴിഞ്ഞ് തകർന്നു പോയ മനുഷ്യൻ്റെ ജീവിത രീതിയും സാമൂഹ്യ വ്യവസ്ഥയും വീണ്ടും പുനഃസ്ഥാപിക്കാൻ കുറച്ച് ഫ്രണ്ട്ലി ഡൈനോസേഴ്സുമായിട്ട് ചേർന്ന് പ്ലെയേഴ്സിന് കൊളാബറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ക്രാഫ്റ്റ് വേൾഡ് എന്ന് പറയുന്നത് വോയ ഗെയിംസിൻ്റെ മുഴുവൻ ഗെയിംസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അഥവാ ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് എക്കോസിസ്റ്റമാണ്. ഇവിടെ നമുക്ക് ഡൈനോ കോയിൻസ് എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി ടോക്കൺ ലഭിക്കും. ഈ ടോക്കണാണ് ഗെയിംസിൻ്റെ പല പല ചേഞ്ചസിലേക്ക് തന്നെ നമ്മളെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണ്ടവർ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. ഇവിടെ അവരുടെ ഒരു പ്രൈവസി സെറ്റിംഗ് കാണിക്കും. അത് ജസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ഓൾ കൊടുത്ത് വിടുക. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് യുവർ മിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ നിങ്ങൾ ലെറ്റ്സ് ഗോ കൊടുക്കുക. അപ്പോഴേക്കും നിങ്ങൾ നേരെ ഇതുപോലെ മിഷൻ്റെ പേജിലേക്കായിരിക്കും വരിക. ഇവിടെ ആദ്യം നിങ്ങൾക്ക് കാണുന്നത് സോഷ്യലാണ്, സോഷ്യൽ മിഷൻസ് ആണ്. അത് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം, മെയിൽ വഴി അതുപോലെ തന്നെ ഫോൺ നമ്പർ വഴിയൊക്കെ. നമുക്കിതൊന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വാലറ്റ് യൂസ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ മതി. സോ നിങ്ങൾ കണക്റ്റ് വാലറ്റ് കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ബാക്കി എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആസ് യൂഷ്വൽ മെറ്റാമാസ്ക് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ചോദിക്കും. അപ്പോൾ സൈൻ ഇന്നും കൂടെ ജസ്റ്റ് നിങ്ങൾ കൊടുത്തേക്കുക. ഓക്കെ, സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻവിറ്റേഷൻ കോഡൊക്കെ വരും. ജസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ 100 പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ക്രിസ്റ്റൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 100 ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോഴേക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള സോഷ്യൽ ടാസ്കുകളെല്ലാം തന്നെ അൺലോക്കായി വരുന്നതായിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ട്വിറ്റർ കണക്ട് ചെയ്യുക, ഡിസ്കോഡ് കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങൾ 1 by 1 ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, ദെൻ ലെഫ്റ്റ് സൈഡിലായിട്ട് വേറെയും കുറേ ടാസ്കുകൾ കാണാം. സോഷ്യലിൻ്റെ താഴെ ഡെയിലി എന്ന് പറഞ്ഞ് കാണാം. ഇത് ഡെയിലി മിഷൻസ് ആണ്. അപ്പോൾ ഡെയിലി മിഷൻ എടുക്കുമ്പോഴത്തേക്കും ഡെയിലി ചെക്കിൻ അവിടെ കാണും. സോ നിങ്ങൾ ഡെയിലി ചെക്കിൻ ജസ്റ്റ് ഒന്ന് ചെയ്തേക്കുക. അതിലൂടെ നിങ്ങൾക്ക് 500 ക്രിസ്റ്റൽസ് ആണ് ലഭിക്കുന്നത്. ദെൻ ഇപ്പുറത്തായിട്ട് അതിൻ്റെ താഴെ വീക്ക്ലി അതേപോലെ തന്നെ സ്പെഷ്യൽ, ഇത് 2 മിഷൻസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ 2 മിഷൻസും കമ്മിങ് സൂൺ ആണ്. നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി അൺലോക്കായി വന്നോളും. സോ ഇപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ബോധപ്പെടാവണ്ട. ദെൻ ഇതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് 1 ടൈം മിഷൻ നിങ്ങൾക്ക് കാണാം. 1 ടൈം മിഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ടു ക്രാഫ്റ്റ് വേൾഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് നമ്മൾ ക്രാഫ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞ ഗെയിമിലേക്കായിരിക്കും നമ്മളിത് എൻ്റർ ചെയ്യുക. സോ നിങ്ങൾ കണക്ട് ടു ക്രാഫ്റ്റ് വേൾഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ ഗെയിമിലേക്ക് എൻ്റർ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലോഡ് ആവാൻ കുറച്ച് ടൈം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ലോഡ് ആവട്ടെ. ഓക്കെ, ലോഡായിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ന്യൂ ഗെയിം എന്നുള്ളൊരു ഓപ്ഷനോട് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ട് ന്യൂ ഗെയിം എന്നുള്ള ഓപ്ഷൻ നിങ്ങളിവിടെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചോദിക്കും കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എയർ ഡ്രോപ്പ് കണക്ട് ചെയ്തത് വാലറ്റ് യൂസ് ചെയ്തിട്ടായതുകൊണ്ട് ഇവിടെയും അത് തന്നെ വേണം ചെയ്യാനായിട്ട്. സോ താഴെ നിങ്ങൾക്ക് മെറ്റാമാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. മെറ്റാമാസ്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എയർ ഡ്രോപ്പിൽ ഏത് വാലറ്റാണോ യൂസ് ചെയ്തത് സെയിം അത് തന്നെ ആയിരിക്കണം ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിതാ ഗെയിമിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗെയിം. ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് പറയുന്നത് പോലെ നമ്മൾ ഗെയിം കളിക്കണം. സോ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് തിരിച്ച് എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് പോകാം. ഇനി ഇവിടെ 1-2 കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ
ഇവിടെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ പോയിന്റ്സ് കൂടുന്നത് കാണാം. പോയിന്റ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലെവൽസ് അപ്പ് ആകും. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ലെവൽസ് അപ്പാവുന്നതാണ്. ദെൻ ഇവിടെ മുകളിലായിട്ട് എക്യുപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, മിഷൻസിന് തൊട്ടടുത്തായിട്ട്. എക്യുപ്പ് എടുക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്രിസ്റ്റൽസ് കൊടുക്കേണ്ടി വരും. ഒരു കുഴപ്പമില്ല, ക്രിസ്റ്റൽസ് കൊടുത്തിട്ട് നിങ്ങൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുക. ആദ്യം എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുക, ദെൻ അതിനെ അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഡൈനോസേഴ്സിന് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതും നല്ല രീതിയിൽ ലെവൽസ് കൂട്ടാനൊക്കെ സാധിക്കും. ദെൻ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ചെസ്റ്റുകൾ കാണാം. ഈ ചെസ്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ഡെയിലി ചെസ്റ്റ് ഉണ്ട്, അതായത് ഡെയിലി നിങ്ങൾ ജസ്റ്റ് കയറുമ്പം ഡെയിലി ചെക്കിനും ചെയ്യുക, അതുപോലെ തന്നെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓരോ ചെസ്റ്റ് തുറക്കുമ്പോഴും പലതരത്തിലുള്ള റിവാർഡ്സ് ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് തന്നെ കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും കിട്ടുക. ഇങ്ങനെ പലതരത്തിലുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്രിസ്റ്റൽസിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചെസ്റ്റ് ഓപ്പൺ ആവുക. അപ്പോൾ ആ ഒരു ചെസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടതും കൂടാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാ മിഷൻസും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ ലെവൽസ് കൂട്ടേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ റാങ്കിങ് കാണാം. നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ഡൈനോസറിൻ്റെ പടം കാണും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാം. ഈ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എത്ര റാങ്കിലാണുള്ളത്, നിങ്ങളുടെ ക്രിസ്റ്റൽ പോയിന്റ്സ് എത്രത്തോളം ഉണ്ട്, അതായത് ക്രിസ്റ്റൽ ഹോൾഡിങ്സ് പറഞ്ഞ് കാണുന്നുണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം ക്രിസ്റ്റൽ പോയിന്റ്സ് ഉണ്ടെന്നുള്ളതും, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡൈനോ കോയിൻ എത്ര ഉണ്ടെന്നുള്ളതൊക്കെ ഇതിനകത്ത് കാണാം. ഇപ്പോൾ ഡൈനോ കോയിൻ 0 ആണ് കാണിക്കുന്നത്. അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഗെയിംസിനെ പറ്റി പറയാനുണ്ട്, എങ്ങനെയാണ് ഗെയിം കളിക്കുന്നതെന്നുള്ളതിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ ഗെയിം എങ്ങനെ കളിക്കാമെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോയും കൂടെ ഇതിന് റിലേറ്റഡ് ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലതായിട്ട് വരുന്നതിന് ബൈ ഗായ്സ്.